രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ KPCC അധ്യക്ഷൻ നടത്തിയ പ്രതികരണത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. തെരഞ്ഞെടുപ്പിനിടെ നടത്തിയ പ്രതികരണം തിരിച്ചടിയായി എന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. നടൻ ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിന് തുല്യമാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണമെന്നും വിമർശനമുണ്ട്. ശ്രീത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, അത് എല്ലാവർക്കും രാഷ്ട്രീയവേദമനെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ അത് ബോധ്യമാവാത്ത അടൂർ പ്രകാശിനും സണ്ണി ജോസഫിനും മാത്രമായിരിക്കുന്നതാനും. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഭിന്നത വെളിവാക്കുന്നതായിരുന്നു KPC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പ്രതികരണം. ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് രണ്ടാം ദിവസമാണ് ഈ ഒരു പ്രതികരണം സണ്ണി ജോസഫിൽ നിന്നുണ്ടായത്. അതിനു മുമ്പ് തന്നെ ഒന്നാം ദിവസത്തെ വോട്ടെടുപ്പിന് ദിവസം അടൂർ പ്രകാശ് നടൻ ദിലീപിനെ പിന്തുണച്ചു വന്നത് വിവാദമായ പശ്ചാത്തലവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ മറന്നുകൊണ്ട് അതിജീവിതയുടെ പരാതിയെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ആണ് ഈ സണ്ണി ജോസഫിൽ നിന്നുണ്ടായത്. ഇത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉയർന്നത്. അടൂർ പ്രകാശും സണ്ണി ജോസഫും പ്രകടിപ്പിച്ചത് രണ്ട് കേസുകളിലാണെങ്കിലും അവർ രണ്ടുപേരും ചെയ്ത കുറ്റം ഏതാണ്ട് ഒന്ന് തന്നെയാണ് എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു അതിജീവിതയുടെ പരാതി ലഭിച്ച നേതാവാണ് സണ്ണി ജോസഫ്. KPC അധ്യക്ഷ നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച പരാതി പോലീസ് മേധാവിക്ക് കൈമാറിയ ആളാണ്. അങ്ങനെ പരാതി കൈമാറിയ ആളിൽ നിന്ന് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമാണ് ഉണ്ടായത്. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിനെ കുറിച്ച് മനസ്സിലാക്കാനോ അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പഠിക്കാനോ തയ്യാറാകാത്തതുകൊണ്ടാണ് സണ്ണി ജോസഫിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത്. കോൺഗ്രസിലെ മറ്റു ചില ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന നേതാക്കളുടെ സ്വാധീനത്തിലാണ് ഈ സണ്ണി ജോസഫ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന വിമർശനവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. എന്തായാലും ഇന്നലെ VD സതീശൻ ഈ സണ്ണി ജോസഫിനെ പരസ്യമായി തിരുത്തിയത് നന്നായി എന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിനകത്തുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.